ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് യൂസ്ഫുൾ ആകുന്ന കുറേയധികം ടിപ്സൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഇതുപോലുള്ള ബോക്സ് ഒക്കെ കാണല്ലേ, അതായത് നമ്മൾ ഫുഡൊക്കെ പാർസൽ വാങ്ങുമ്പോൾ ഈ ഒരു ബോക്സിലാണ് നമുക്ക് ഇട്ട് തരാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ ബേക്കറിയിൽ നിന്നായാലും കേക്ക് അതുപോലത്തെ കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഫുഡൊക്കെ കഴിച്ചിട്ടും ഇതൊന്ന് വേസ്റ്റിലിടും അല്ലേ. അപ്പോൾ ഇനി ആരും ഈ ഒരു ബോക്സ് കിട്ടിയാൽ വെറുതെ കളയണ്ട, നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അതുപോലെ തന്നെ പൈസ ചിലവ് ഒട്ടും ഇല്ലാതെ നമുക്ക് ഈ ഒരു ബോക്സിനെ യൂസ്ഫുൾ ആക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ ബോക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു സൈഡിൽ താഴെ ഭാഗത്തായിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നീളത്തിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇത് റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ സെൻട്രലായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് പേപ്പറാണ്. ഞാനിവിടെ ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി A4 ഷീറ്റിനെ നമുക്ക് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു റൗണ്ട് മാത്രമായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാനിത് റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പേപ്പറിനെ യെല്ലോ കളർ പെൻസിൽ വെച്ചിട്ട് ഞാനൊന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാനിത് കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പേപ്പറിൽ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഞാനൊരു സ്മൈലി പോലെ വരച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഇത് നമ്മുടെ സ്മൈലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു പേപ്പറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു ബോക്സിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിത് സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ഒരു പേപ്പറിനെ വാട്ടർ പ്രൂഫാക്കി എടുക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതായത് പെട്ടെന്ന് വെള്ളമൊക്കെ നനഞ്ഞാലൊന്നും ഈ ഒരു പേപ്പറിനൊന്നും പറ്റാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് നമ്മുടെ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പിറകിലായിട്ട് ഞാൻ 2 സൈഡ് ടേപ്പും കൂടി ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഞാനിത് 4 കോർണറിലായിട്ട് 2 സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ബോക്സ് ബാത്റൂമിൻ്റെ ഒരു ചുമരിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ബ്രഷ് ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ബ്രഷൊക്കെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ബോക്സ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു കട്ട് ചെയ്ത ഭാഗത്തൂടെ നമ്മുടെ ബ്രഷൊക്കെ വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ക്ലോസ് ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ബ്രഷ് ഹോൾഡർ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന സാധനങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇതുപോലുള്ള ബോക്സൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ഡോറിൻ്റെ ബാക്ക് സൈഡിലായിട്ടുള്ള ചുമരിൽ ഈ ഒരു ഡോർ ഹാൻഡിൽ തട്ടിയിട്ട് ഇതുപോലെ പാടുകൾ വന്നിട്ടുണ്ടാവും അല്ലേ. ഇതിപ്പോൾ കുട്ടികളെ ഡോറ് വലിച്ചെടുക്കുമ്പം അങ്ങനെ സംഭവിച്ചതാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്പഞ്ച് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പാത്രമൊക്കെ കഴുകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്പഞ്ചാണ്. ഇതിനെ ഞാൻ ഇതിൻ്റെ ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിലൊരു സൈഡ് മാത്രമേ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ഈ
ഒരു സ്പഞ്ചിൻ്റെ ഗ്രീൻ കളർ വരുന്ന ഭാഗമുണ്ടല്ലോ, ആ ഒരു ഭാഗത്തായിട്ട് ഞാൻ ഡബിൾ ടെപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ഗ്രീൻ കളറുള്ള ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ ഡബിൾ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ ഈ ഒരു ഡോറിൻ്റെ ബാക്ക് സൈഡിലൊരു ചുമരുണ്ടല്ലോ, അതായത് ഇപ്പോൾ ഓൾറെഡി പാട് വന്നിട്ടുണ്ട്, ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പഞ്ച് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു സ്പഞ്ച് വെച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഡോർ ഹാൻഡിൽ വന്നിട്ട് വോളിലോട്ട് അടിക്കുന്ന ഒരു പാടും ഉണ്ടാകത്തില്ല. പിന്നെ അതുപോലെ തന്നെ ആ ഒരു വോളിൽ അടിക്കുമ്പോഴുള്ള സൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു സൗണ്ടും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നമൊക്കെ ആരെങ്കിലും നേരിടുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ ഇതാ കുറേ അധികം ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ടിപ്പ് ഞാൻ പരീക്ഷിച്ച് വിജയിച്ചൊരു ടിപ്പ് കൂടിയാണ്. നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് തുണികൾ അലമാരയിൽ അടുക്കി വെക്കുക. പിന്നെ ഒരാഴ്ച കഴിയുമ്പോഴേക്കും അത് പിന്നെയും ആ ഒരു ഓർഡറൊക്കെ തെറ്റിയിട്ട് അലങ്കോലമായിട്ടിരിക്കുമല്ലേ. പിന്നെ അതുപോലെ തന്നെ കുറേയധികം തുണികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ അലമാരയിൽ സ്ഥലം ഇല്ലാത്ത ഒരു പ്രശ്നം വരും. അപ്പോൾ ആ ഒരു പ്രശ്നത്തിനെല്ലാം പരിഹാരമായിട്ടുള്ള നല്ലൊരു ടിപ്പാണിത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ വീടൊക്കെ ആണെങ്കിൽ അവർ തന്നെ അവരുടെ ഡ്രസ്സൊക്കെ എടുക്കുന്ന ടൈമിൽ വാരി വലിച്ചിട്ടാണല്ലോ എടുക്കുക. പിന്നെ നമ്മൾ അടുക്കി വെച്ചതൊന്നും അവർ നോക്കത്തില്ല. ആ ഒരു ടൈമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ട്രിക്കാണിത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് റബ്ബർ ബാൻഡാണ്. ഇനി ഈ ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ തുണികളൊക്കെ എങ്ങനെ അടുക്കി വെക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഇതാ മോളുടെ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം താഴ്ഭാഗത്ത് നിന്ന് ഇതുപോലെ ചുരുട്ടി കൊടുക്കുകയാണ് കേട്ടോ, റോൾ ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ തുണികളും ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതൊരു പാൻറ് എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ ബനിയനോട് കൂടി അങ്ങനെ റോൾ ചെയ്തെടുക്കാൻ നോക്കാം. ഇതുപോലെ പാൻറ് വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു ഷർട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി ആ ഒരു ഷർട്ടിനെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ മടക്കിയതിന് ശേഷം രണ്ടും ചേർത്ത് വെച്ചിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ഇത് രണ്ടും ചേർത്ത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ പോലെ തന്നെ നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ സെറ്റ് ആയിട്ടുള്ളത്, അതായത് ചുരിദാറൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഷോളും പാൻറ്റും ഒക്കെ ചേർത്തിട്ട് ഇതുപോലെ റോൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം എളുപ്പമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒത്തിരിയധികം തുണികളൊക്കെ നമുക്ക് ഇതുപോലെ അടുക്കി വെക്കാനായിട്ട് പറ്റും. അധികം സ്പേസും നമുക്ക് നഷ്ടപ്പെടില്ല. ഇതുപോലെ നമ്മൾ തുണികളൊക്കെ റബ്ബർ ബാൻഡ് ഇട്ട് റോൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അലമാരയുടെ ഒന്നും ഒരാവശ്യമില്ല. എന്തെങ്കിലും ഒരു ബാസ്ക്കറ്റോ അല്ലെങ്കിൽ ഈ കാർഡ്ബോർഡൊക്കെ ഉണ്ടാവുമല്ലോ, കാർഡ്ബോർഡ് ബോക്സൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഇത് തുണികളൊക്കെ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഒരു പ്ലാസ്റ്റിക് ട്രേയിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിലുള്ള ഒരു പ്ലാസ്റ്റിക് ട്രേ മാത്രം മതി. ഇനി നമുക്ക് ഈ ഒരു തുണികളൊക്കെ ഇതിലോട്ട് അടുക്കി വെച്ച് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ നമ്മുടെ ചെറിയൊരു സ്പേസിൽ ഒത്തിരി അധികം തുണികളൊക്കെ നമുക്ക് അടുക്കി വെക്കാനായിട്ട് പറ്റും. മാത്രമല്ല നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാനും പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സെറ്റായിട്ട്, അതായത് ഷർട്ടിനും പാൻറ്റും പിന്നെ അതുപോലെ തന്നെ സാരി, ബ്ലൗസ് അങ്ങനെയൊക്കെ റോൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഒക്കെ തിരഞ്ഞു നടക്കേണ്ട ഒരാവശ്യമില്ല. പെട്ടെന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.